2 ശിഷ്യന്മാർ അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു. എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താ? ഈശോ കുരിശിൽ മരിച്ചതിന് ശേഷം അവർ വ്യസനിച്ച് തളർന്ന് അവരുടെ വിശ്വാസവും പോയി, അവരുടെ ഉണർവും പോയി, അവരുടെ കയ്യടിയും പാട്ടും തുള്ളിച്ചാട്ടം എല്ലാം നിന്ന് മനസ്സ് തളർന്ന് വിശ്വാസം ക്ഷയിച്ച് മന്ദീഭവിച്ച് മന്ദോഷ്ണരായി അവർ നടക്കുകയാണ്. അവരിങ്ങനെ വിഷമിച്ച് പറയുകയാണ്, എന്നാലും ഇതൊക്കെ സംഭവിച്ചല്ലോ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഈശോ ദൈവമായിരുന്നോ? ഈ ജെറുസലേമിൽ നടന്ന യേശുവിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ വചനപ്രഘോഷണം എന്ന് പറഞ്ഞാൽ ഈ അൾത്താരയിൽ നിന്നുള്ള വചനപ്രഘോഷണം തന്നെ ആയിരിക്കണമെന്നില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ വഴിയിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ച് പോവുകയാണ്. വായിച്ചു നോക്കിയേ, 24-ാം അധ്യായത്തിൽ 13 തൊട്ട് 17 വരെ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. അവർ യേശുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ യേശു അവിടെ എത്തി അവരോട് കൂടെ നടക്കാൻ തുടങ്ങി. എവിടെ സുവിശേഷം പ്രസംഗിക്കുന്നു അവിടെ യേശു അവരോട് കൂടെ നടക്കാൻ തുടങ്ങും. യേശു അവരോട് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. യേശു അടയാളങ്ങളോട് വചനം സ്ഥിരീകരിക്കാൻ തുടങ്ങും. യേശു തണുത്തുപോയ ആത്മാവിനെ ജീവവെപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ യേശു അവരോട് കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. യേശു അടുത്തെത്തി. യേശു അവരോടൊപ്പം കൂടി. യേശു അവരോടൊപ്പം യാത്ര ചെയ്തു. യേശു അവരോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായിരുന്നു. ദുഃഖവും ഭാരവും അവരിങ്ങനെ വിഷമിച്ചപ്പോൾ വലിയ വചനപ്രഘോഷണം സ്റ്റേജിൽ നടക്കുന്ന വചനപ്രഘോഷണ സമയത്ത് യേശു വരുള്ളൂ വിചാരിക്കരുത്. 2 പേർ ആ കടയിലേക്ക് പോകുമ്പോൾ സംസാരിക്കുമ്പോൾ യേശു വരും. നിങ്ങൾ 2 പേർ ബസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ യേശു വരും. നിങ്ങൾ കാറിലിരുന്ന് യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു വരും. നിങ്ങൾ അടുക്കളയിൽ നിന്ന് അമ്മയും മകളും യേശുവിനെ കുറിച്ച് സംസാരിച്ച് യേശു വരും. വീട്ടിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു വരും. നിങ്ങൾ 2 പേർ ഒരുമിച്ചിരുന്ന് യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു വരും. യേശു അവിടെ കൂടും. യേശു ആ സംഭാഷണത്തിൽ പങ്കാളിയാവും. യേശു അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കും. വേറൊരു വാക്യം പറഞ്ഞാൽ, എവിടെ വചനം പറയുന്നോ, എവിടെ യേശുവിനെ കുറിച്ച് പറയുന്നോ, എവിടെ സ്വർഗരാജ്യ സദ്വാർത്ത പറയുന്നുവോ പ്രസംഗിക്കുന്നുവോ, അവിടെ യേശു അവിടെ വരും. യേശു അവിടെ വരും.